അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാണ്ട്. ഇന്ന് സമൂസയും ചിക്കൻ റോളും ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പോരാത്തതിന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ അരിഞ്ഞൊരു ഭാഗത്ത് വെക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണം കൂടെ അമർത്തണേ. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ കറിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സബോള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ. മസാലപ്പൊടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടാണ്. എനിക്ക് എളുപ്പത്തിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അളന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മസാലക്കുത്ത് മാറുന്ന വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയിലയും ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി. ചിക്കൻ ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോ 2 മിനിറ്റോളം വേവിക്കൂട്ടോ. എന്നെങ്കിലാണ് ആ മസാല ഒക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുള്ളൂ. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് കറി കിട്ടുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഞാൻ കുക്കർ മൂടിയിട്ട് അത് വിസിലടിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പണിയുണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പത്തിരിമൊക്കെ തുടങ്ങാം. പത്തിരി കുഴച്ചിട്ട് ഞാൻ ഓരോ ഉരുളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ തന്നെ ചുട്ടിട്ട് കൊടുത്തു. അപ്പോൾ വേഗം പണികൾ കഴിയും. ഇനി നമുക്ക് പൊരിക്കടികൾ ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓരോന്ന് എണ്ണയ്ക്ക് ഇട്ടു കേട്ടോ. ചിക്കൻ റോൾ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് എനിക്ക് കിട്ടുന്നത്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങണ അതേ പെർഫെക്ഷനിലോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കണത്. മൈദയിൽ മുക്കി പൊരിക്കുമ്പോൾ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങണില്ല. പിന്നെ 2-3 സമൂസയും കൂടി ഉണ്ടാക്കി. സമൂസ 1 ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ലീഫ് എനിക്ക് മടക്കാൻ അറിയണ്ടെന്നില്ല. ഒരു ഏകദേശം ഒപ്പിച്ചു. എന്നാലും ഒരു ത്രികോണാകൃതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.